എന്നുവെച്ചാൽ ചീട്ട് കളിക്കുന്നത് ഓഫ്ലൈനിലാകുമ്പോൾ ഹറാമാകുക, ഓൺലൈനിലാകുമ്പോൾ ഹലാലെന്ന പ്രശ്നമൊന്നുമില്ല. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നതിലൂടെ പണം നേടാൻ പറ്റും, സമ്പത്ത് നേടാൻ കഴിയും. അത്തരത്തിലുള്ള വ്യാപകമായിട്ട് ചെറിയ കുട്ടികളുടെ ഇടയിലൊക്കെ വീടുകളിലൊക്കെ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമുകളിലൂടെ സമ്പാദിക്കുന്നത് ഹലാലാണോ? അതില് ഒരുപാട് വിഷയമുണ്ട്. ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാൽ സാധാരണ ഗെയിം പോലെയല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പന്ത് കളിക്കണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാവണം, അതിന് പറ്റിയ ഗ്രൗണ്ട് വേണം, നിങ്ങൾക്ക് അതിന് പറ്റിയ സമയം വേണം. ഇതൊക്കെ അവിടെ കളിക്കേണ്ട സമയത്ത് കളിക്കേണ്ട രൂപത്തിലേ നിങ്ങൾ കളിക്കൂ. ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ അങ്ങോട്ട് തുറന്നു കൊടുത്താൽ അവർക്ക് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇതിൽ തന്നെ ആയിരിക്കും. ഖുർആന് വിശ്വാസികളെ പറ്റി പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, ഇത്തരം ലഗ്വിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്. അപ്പൊ പിന്നെ ആയത്ത് നേരെ ഉൾട്ടയായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. വല്ലദീനഹും ഫിൽ ലഗ്വി മുസ്തഖിലൂൻ, എപ്പോഴും ഈ ലഗ്വിൽ തന്നെ മുഴുകിയിരിക്കുന്നവരാണ് എന്നായി മാറും. അപ്പൊ അതുകൊണ്ട് ആ കവാടം നേരത്തെ പറഞ്ഞതുപോലെയല്ല, തുറക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിൻ്റെയൊക്കെ അനുഭവങ്ങളും എക്സ്പീരിയൻസും പഠിപ്പിക്കുന്നത്, തെളിയിക്കുന്നത് വളരെ വിലപ്പെട്ട സമയം മുഴുവനും, ഇനി മുഴുവനും ഇല്ലെങ്കിലും അതിന്റെ ഒരാളുടെ സമയത്തിന്റെ സിംഹഭാഗവും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണ്. ഗെയിം ഇതില് പിന്നെ ചൂത് പിന്നെ പണമൊന്നും കടന്നു വന്നിട്ടില്ലെങ്കിൽ അതേ പറയണത്. പണം കടന്നു വന്നതോടുകൂടി കൈമാറായി മാറി. ഈ റമ്മിയൊക്കെ കളിച്ച് അതിപ്പോ ഹറാമിന്റെ ശുദ്ധ ഹറാമല്ലേ. കാരണം അത് തോൽക്കുന്നവര് ജയിച്ചവന് പൈസ കൊടുക്കണം. അപ്പൊ തോറ്റവൻ വിചാരിക്കും അടുത്തേന് ഞാൻ ജയിക്കും, കിട്ടിയവനാകട്ടെ ഇപ്പൊ ഇത്രല്ലേ കിട്ടിയേ, അടുത്തേന് അതിന്റെ ഇരട്ടി കിട്ടും എന്ന് വിചാരിക്കുകയാണ്. അതിനാണ് ധാരാമാകാൻ കാരണം. ചൂതാട്ടം തന്നെ എന്നുവെച്ചാൽ ചീട്ട് കളിക്കുന്നത് ഓഫ്ലൈനിലാകുമ്പോൾ ഹറാമാകുക, ഓൺലൈനിലാകുമ്പോൾ ഹലാലെന്ന പ്രശ്നമൊന്നുമില്ല.